നമുക്കിന്നേ സാബൂനരി കൊണ്ട് വട ഉണ്ടാക്കാം. എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ സാബൂനരി വേണം, കപ്പലണ്ടി വേണം, തോലില്ലാത്ത കപ്പലണ്ടി, പച്ചമുളക്, പിന്നെ മല്ലിയില, ഉപ്പ്, ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ, ഉരുളൻകിഴങ്ങ്. അപ്പോൾ ഈ സാബൂനരി 2 മണിക്കൂർ മുന്നേ കുതിർത്തണം. അത് കഴിഞ്ഞ് നമ്മൾ ഉരുളൻകിഴങ്ങ് ഒന്ന് പുഴുങ്ങിയിട്ട് കൈ കൊണ്ട് ഉടച്ചിട്ട് ഇങ്ങനെ ഉരുളയാവണ പാകത്തിൽ കുഴയ്ക്കുക. അത് കഴിഞ്ഞിട്ട് കപ്പലണ്ടി ചെറുതായിട്ടൊന്ന് വറക്കണം അടുപ്പത്ത്. അത് വറുത്തിട്ട് അത് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ഈ സാബൂനരിയിലിട്ടൊന്ന് മിക്സ് ഇതാക്കി വയ്ക്കുക. ഉരുളൻകിഴങ്ങ് ഇതേമാതിരി പൊടിച്ച് ചേർക്കുക. അതിലേക്ക് പിന്നെ പച്ചമുളക്, മല്ലിയില, ജീരകം കൂടി കൂട്ടി കുഴച്ച് നമ്മൾക്ക് എണ്ണയിലിട്ട് വട ഉണ്ടാക്കാം. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ വീഡിയോയിൽ കാണാം കേട്ടോ. അതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയൂ. എനിക്ക് അന്തിക്കാട് നിന്നൊരു ചേച്ചി പറഞ്ഞതാണ്, അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ് ഞാൻ. നല്ല സ്വാദുണ്ട് കേട്ടോ, എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. സാബൂനരി അല്ലെങ്കിൽ ചവ്വരി കൊണ്ട് വട ഉണ്ടാക്കാം. അതെങ്ങനെ ഉണ്ടാക്കുക വെച്ചാൽ സാബൂനരി 2 മണിക്കൂർ മുന്നേ കുതിർക്കണം. പിന്നെ കപ്പലണ്ടി, ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ, ഉരുളൻകിഴങ്ങ് ഒരെണ്ണം, മല്ലിയില, ഉപ്പ്, ജീരകം, പച്ചമുളക്, ഇത്ര സാധനങ്ങളാണ് വേണ്ടത്. അതിന് നമുക്ക് കപ്പലണ്ടി വറുത്ത് ഒന്നും കൂടെ പൊടിക്കുക. നല്ലോണം പൊടിയണ്ട, കുറച്ച് തരി ഉണ്ടാക്കോട്ടെ, പൊടിക്കുക. നല്ല ജീരകം ഒരു നുള്ള്, ഒരു ടീസ്പൂൺ ഇടുക. പിന്നെ ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി വയ്ക്കുക. ഉരുളൻകിഴങ്ങ് നമ്മൾ പുഴുങ്ങിയിട്ട് ഇതേമാതിരി കുഴയ്ക്കുക. എന്നിട്ട് നമുക്ക് കുഴച്ച് വട ഉണ്ടാക്കാം. അപ്പം ഇനി വട ഉണ്ടാക്കുന്നത് കാണാം. ഓക്കെ, നമ്മളെ സാബൂനരി, മല്ലി ഒക്കെ ഇട്ടിട്ട് പച്ചമുളക് മല്ലിയൊക്കെ ഇട്ട് ഇളക്കി ഇനി നമുക്ക് വട ഉണ്ടാക്കണ മാതിരി കയ്യിൽ പരത്തിയിട്ട് നമുക്ക് ഉണ്ടാക്കാം. കയ്യിൽ ഒട്ടൊന്നുമില്ല, പിടിക്കാണ്ടിരിക്കാൻ നമ്മൾ തുള്ളി വെളിച്ചെണ്ണ കയ്യിൽ പരത്തിയിട്ട് നമ്മൾ വട ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കിയിട്ട് കാണാം. അപ്പുറം ഇങ്ങനെ വേവിക്കാം കേട്ടോ. മറിച്ചിട്ടു. ഇനി നമുക്ക് എടുക്കാം.